ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ക്രൈസ്തവരെയും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിലേക്ക് ചേരാൻ മടി കാണിച്ചതിന് ഇസ്ലാമിക മതവിശ്വാസികളെയും കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ കൊന്നുതള്ളി. അച്ഛോ, അച്ഛൻ ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് നൈജീരിയയിലേക്ക് വെച്ചുപിടിച്ചത് എന്തിനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം അച്ഛോ. അതായത് കേരളത്തിലെ സംഖ്യകളെ സൂചിപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് നേരെ ഒരു വർഗീയത ഉണ്ടാക്കണം. അത് കേരളത്തിൽ കിട്ടാതെയപ്പോൾ അച്ഛൻ ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് നൈജീരിയയിലേക്ക് അങ്ങ് വെച്ചുപിടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അച്ഛൻ ഒരു കഥയുണ്ടാക്കിയാണ്. അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാം മതം സ്വീകരിക്കാത്തത് കൊണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. അത് വരയ്ക്കും ഓക്കെയാണ് അച്ഛോ. പിന്നെ ഇട്ടാൻ പാറ ഒരു ട്വിസ്റ്റ് അച്ഛോ, വല്ലാത്ത ട്വിസ്റ്റ് പോയി അച്ഛോ. അതായത് മുസ്ലിം മതവിശ്വാസികൾ ഇസ്ലാം തീവ്രവാദി സംഘടനയിൽ ചേരാത്തത് കൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞല്ലോ. വല്ലാത്തൊരു ട്വിസ്റ്റാണ് എന്റെ പൊന്നാരച്ചോ. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു വർഗീയത. കൊള്ളാച്ചോ, കൊള്ളാം. കേരളത്തില് ക്രിസ്മസ് റാലി നിരോധിച്ചു. അച്ഛമ്മുണ്ടെന്നല്ല. യു പിയില് കന്യാസ്ത്രീകൾ മതം മാറ്റിയതിന്റെ പേരിൽ ജയിലിലിട്ടു. അച്ഛൻ മിണ്ടിയില്ല. യു പിയിൽ ക്രിസ്മസ് നിരോധിച്ചു. അച്ഛൻ മിണ്ടിയില്ല. ഇഞ്ഞും പോട്ടെ, മണിപ്പൂര് വീണ്ടും കലാപം തുടങ്ങി. അവിടെ ക്രിസ്ത്യൻ പള്ളികളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി തുടങ്ങി. അച്ഛൻ മിണ്ടുന്നില്ല. അച്ഛൻ മിണ്ടണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ അച്ഛൻ മിണ്ടല്ലോ. അച്ഛൻ മിണ്ടിക്കോ. താലിബാൻ ഭീകര സംഘടനയുടെ ഭരണത്തിന് കീഴിൽ ചില പുതിയ നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ, സ്ത്രീ സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇവ മൂന്നിനും ഒന്നിലും ഇടമില്ല. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും അനുവദിക്കുന്നില്ല. യാത്ര അച്ഛന് ഞാനൊരു പ്രിയായിട്ട് ഒരു ഉപദേശം തരാം. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവരെ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഒരു മുസ്ലിം പണ്ഡിതൻ പോലും അന്യമതത്തിന്റെ കുറവും കുറ്റങ്ങളൊന്നും ഇതേപോലെ അച്ഛനെ പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തിയിരുന്ന് പറയാത്തത്. മനസ്സിലാകുന്നുണ്ട് അച്ഛന്? പക്ഷെ അച്ഛൻ അങ്ങനെ ജീവിക്കുന്ന ആളല്ല. അച്ഛൻ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആളല്ല. അച്ഛൻ അയൽവക്കത്തിൽ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി ജീവിക്കുന്ന ആളാണ്. അയൽവക്കത്തിലെ ഭാര്യയും ഭർത്താവൊന്നും മിണ്ടിയോ? അവരിന്ന് ഒരുമിച്ചാണോ ബെഡ്റൂമിൽ കിടന്നത്? അവരെന്തെന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തത്? ഇന്നെന്താ അവർ ഒരുമിച്ച് പോകാതിരുന്നത്? അവരുടെ കുറ്റവും കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പരദൂഷണം പറയുന്ന ആളാണ് അച്ഛൻ. മനസ്സിലായില്ല? അതെന്തുകൊണ്ടറിയോ? അച്ഛൻ ബൈബിൾ അനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ടാണ്. അച്ഛോ, ഇസ്ലാമിനകത്ത് തീവ്രവാദമില്ല. തീവ്രവാദി വേറെ, ഇസ്ലാം വേറെ. ഇപ്പോ ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് എത്ര പേര് തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ ക്രിസ്ത്യാനികളും തെണ്ടികളെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ സംഖ്യകളൊന്നും എടുത്തു നോക്കൂ. സംഖ്യകൾ എന്തെല്ലാം തീവ്രവാദങ്ങൾ കാണിക്കുന്നു എന്ന് വെച്ചിട്ട് ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണോ? അല്ല. അതേപോലെ തന്നെയാണ് മുസ്ലിമില് വേറെ, തീവ്രവാദി വേറെ. രണ്ടും കൂടി കൂട്ടിക്കുഴക്കണ്ട. അങ്ങനെ അച്ഛൻ സൂയിക്കണ്ട കേട്ടാ.